എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. യാത്ര എവിടേക്കാന്നല്ലേ? അതെ, വളാഞ്ചേരിയിൽ നിന്ന് KSRTC ബസ്സൊക്കെ കയറി കുറ്റിപ്പുറം പാലം നമുക്കൊരു ഓർമ്മയാവാൻ പോവുകയാണ്. പുതിയ പാലം വരിക. എന്നാലും ചരിത്രത്തിലിടം നേടിയ കുറ്റിപ്പുറം പാലമൊക്കെ കടന്ന് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ സ്വന്തം ഗുരുവായൂരിലേക്കാണ്. കണ്ണനെ കാണാൻ പോവുകയാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിറ്റേ ദിവസം പിറന്നാളായതുകൊണ്ട് അത് കണ്ണൻ്റെ സന്നിധിയിലാക്കാം എന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. എപ്പോഴും നമുക്കതൊരു സുഖമാണ് അല്ലേ? കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കാല് കഴുകുന്നതുമൊക്കെ പഴമയുടെ ഒരു ഓർമ്മയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ്. രാത്രി തിരക്കുണ്ടെങ്കിലും തൊഴുതു. ശീവേലിയൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് തൊഴുതു. അതിനുശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. ഗുരുവായൂർ എപ്പോഴും നമുക്കൊരു സുഖമുള്ള ഓർമ്മയാണ്. എപ്പോഴും നമുക്ക് നല്ലൊരു സുഖാനുഭൂതി തരുന്ന സ്ഥലമാണ്. വളരെ വളരെ ഒരു സുഖം തരുന്നതാണ് അല്ലേ? അവിടുത്തെ കാഴ്ചകളും എല്ലാം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പരിപാടികളുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ തുറന്ന് വർക്കിംഗ് ഡേ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഗുരുവായൂർ സന്നിധിയിലൂടെയൊക്കെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു. അങ്ങനെ നടന്ന് പിന്നെ നല്ല പെരുമഴയായി, അസല് മഴയായിരുന്നു. അപ്പോൾ ആ മഴയൊക്കെ ആസ്വദിച്ചിട്ടും കുറേ നടന്നു. കുറേ ഓർമ്മകളാണ്. പണ്ട് മക്കളെ എല്ലാം കൂട്ടി പോയിരുന്നിടത്ത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും തനിച്ച് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കണ്ട് നടക്കൽ ഭയങ്കര രസമല്ലേ? എന്തൊക്കെ പുതിയ പുതിയ സാധനങ്ങളാണ് അവിടെ കടകളിൽ വരുന്ന. കുഞ്ഞുടുപ്പുകൾ, കുറേ ഒരുപാട് വീടുകളിലേക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് അങ്ങനെ നടന്നു. പോരാത്തതിന് പെരുമഴയും. അപ്പോൾ പിന്നെ അതും ആസ്വദിച്ച് നടക്കാമല്ലോ. നല്ല രസമല്ലേ? നല്ല തണുപ്പും പിന്നെ ഗുരുവായൂരും. വൈവിധ്യങ്ങളായ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പൊതുവെ ഈ അമ്പല പരിസരങ്ങൾ ഭയങ്കര വില കൂടുതലാണ് അല്ലേ? സംഭവം അവിടെ ഒരുപാട് തിരക്കുള്ളത് കൊണ്ടാണെങ്കിൽ പോലും നമുക്കിങ്ങനെ കണ്ടിഷ്ടപ്പെട്ടതൊന്നും ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം ഭയങ്കര വില കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ നിന്നതൊക്കെ അതിൻ്റെ ഒരു നല്ല വില കുറവിൽ കിട്ടും. രാത്രി നല്ല മഴയത്ത് കുളം കാണാൻ എന്ത് ഭംഗിയാലേ! അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ റൂം എടുത്തിരുന്നു. റൂമിൽ പോയി പിന്നെ രാവിലെ തൊഴുതതിന് ശേഷമാണ് കേട്ടോ അത്. രാവിലെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ക്യൂ നിന്ന് ഞങ്ങൾ തൊഴുതു നന്നായിട്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് അതേപോലെ തന്നെ ചുറ്റി നടന്ന് കണ്ടു. പ്രസാദം വാങ്ങിക്കാനൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും നമ്മൾ പായസവും വെണ്ണയും പഞ്ചസാരയും അങ്ങനെ അത്യാവശ്യം പ്രസാദമൊക്കെ മേടിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മമ്മിയൂർ ശിവക്ഷേത്രത്തിലൊന്ന് തൊഴുതു. അതെല്ലാ തവണയും പതിവുള്ളതാണ്. ഗുരുവായൂർ തൊഴുതതിന് ശേഷം മമ്മിയൂരൊന്ന് തൊഴുകുന്നത്. നമ്മൾ പ്രസാദോട്ടിന് നിന്നതാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നന്നായി ഒന്ന് ഗുരുവായൂർ തൊഴുതു. താങ്ക് യു.